മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ കനോണിന്റെ ഇങ്ക് ടാങ്ക് കളർ പ്രിന്ററായ കനോൺ PIXMA G1020 എന്ന പ്രിന്ററിൽ എങ്ങനെ പ്രിന്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി തരുന്നത്. വീഡിയോ കാണുമ്പോൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. പ്രിന്റ് ചെയ്യാൻ വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഒരു സാമ്പിൾ ഡോക്യുമെന്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മളത് ഓപ്പൺ ചെയ്യുന്ന ഒരു വേർഡ് ഫയലാണത്. ഇത് ബ്ലാക്കും കളറെല്ലാം ഉള്ള ഡോക്യുമെൻ്റാണ്. ഞാൻ ജസ്റ്റ് ABCD എന്ന് കീബോർഡിൽ ജസ്റ്റ് ടൈപ്പ് ചെയ്തതാണ്. അപ്പോൾ പ്രിന്റ് ചെയ്യാൻ വേണ്ടി നമ്മളൊന്നെങ്കിൽ Ctrl+P എന്നുള്ള ഷോർട്ട് കീ നിങ്ങൾക്ക് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഇതേപോലെ ഇവിടെ മെനുവിൽ പോവുക, മുകളിൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഈ മെനു ക്ലിക്ക് ചെയ്ത് അതിലുണ്ടാവും പ്രിന്റ് എന്ന ഓപ്ഷൻ ഉണ്ടാവും. അത് സെലക്ട് ചെയ്യുക, അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ പ്രിന്റിൻ്റെ ഡയലോഗ് ബോക്സ് ഓപ്പണായി വന്നു. നോർമൽ കേസിലാണെങ്കിൽ നമ്മളിവിടെ പ്രിൻ്ററിൻ്റെ പേര് കാണിക്കുന്നുണ്ട്. ഇവിടെ എത്ര കോപ്പീസ് വേണമെന്നുള്ളത് സെലക്ട് ചെയ്താണ് നിങ്ങൾക്ക് ഇവിടെ ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ കേസിലാണ് പ്രിൻറ്റ് ചെയ്ത് വരുന്നതാണ്. ഇനി കൂടുതലായിട്ട് സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഞാൻ നേരത്തെ കണ്ട പോലെ ജസ്റ്റ് ഈ പ്രിൻ്റ് എന്നുള്ള കമാൻഡ് കൊടുക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രിൻ്ററിൻ്റെ പേരിന് നേരെ പ്രോപ്പർട്ടീസ് എന്നുള്ളൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടില്ലേ? അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ സെറ്റിങ്സിൻ്റെ ഒരു പേജ് ഓപ്പണായി വരും. ക്വിക്ക് സെറ്റപ്പിൻ്റെ ഒരു പേജാണത്. നോർമൽ കേസിൽ നമ്മൾ പ്രിൻറ്റ് ചെയ്യുകയാണ് ഈ സ്റ്റാൻഡേർഡ് എന്ന മോഡലാണ് ഉപയോഗിക്കേണ്ടത്. നിങ്ങൾക്ക് ഇനി ഗ്ലോസി പേപ്പർ അതേപോലെ ഹൈ റെസൊല്യൂഷൻ മാറ്റർ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ താഴെ കാണുന്ന ഫോട്ടോ പ്രിൻറ്റിങ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പം രണ്ട് ഓപ്ഷനാണുള്ളത്. അതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പ്രിൻറ്റിങ്ങിനാണ് ഈ ഗ്രേ സ്കെയിൽ പ്രിൻറ്റിംഗ് എന്ന് ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എടുക്കുന്നതെല്ലാം ബ്ലാക്ക് ആൻഡ് വൈറ്റ് അല്ലെങ്കിൽ ഗ്രേ സ്കെയിൽ അല്ലെങ്കിൽ മോണോക്രോം രീതിയിലായിരിക്കും പ്രിൻറ്റ് ചെയ്ത് വരിക. ഓക്കെ, എന്നിട്ട് ഓക്കെ എന്നുള്ളത് കൊടുക്കാം. അപ്പോൾ സ്റ്റാൻഡേർഡിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും. സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്തതിന് ശേഷം മീഡിയ ടൈപ്പ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക, പ്ലെയിൻ പേപ്പർ. അത് കഴിഞ്ഞിട്ട് ഏത് സൈസ് പേപ്പറാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ പോലെ ഓറിയൻറ്റേഷൻ ഏതാ നിങ്ങൾക്ക് വേണ്ടത് എന്നുള്ളത്, പോർട്രേറ്റ് ആണോ ലാൻഡ്സ്കേപ്പ് ആണോ, അവിടെ നിങ്ങൾക്ക് പ്രിവ്യൂ മാറുന്നത് കാണാൻ സാധിക്കും. അത് ഏതാ വേണ്ടത് അത് സെലക്ട് ചെയ്യുക. പിന്നെ പ്രിൻറ്റ് ക്വാളിറ്റി 3 ക്വാളിറ്റിയാണുള്ളത്: എക്കണോമി, സ്റ്റാൻഡേർഡ്, ഹൈ. ഹൈ പറഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉണ്ടാവും, പക്ഷേ സ്ലോ പ്രിൻറ്റിങ് കാര്യം കൂടുതൽ ഇങ്ക് അതിക്ക് ചിലവ് വരും. പിന്നെ എക്കണോമി പറഞ്ഞു കഴിഞ്ഞാൽ ലോ ക്വാളിറ്റി ആയിരിക്കും, പക്ഷേ ഫാസ്റ്റ് പ്രിൻറ്റിങ് ആയിരിക്കും. എല്ലാവരും പൊതുവെ സ്റ്റാൻഡേർഡാണ് ഉപയോഗിക്കാറ്. പിന്നെ നിങ്ങൾക്ക് പേപ്പർ സോഴ്സ്, ഇതിനാകെ ഒരു ട്രേ മാത്രമേ വരുന്നുള്ളൂ. അത് നിങ്ങൾക്ക് റിയർ ട്രേ ആണ് വരുന്നത്. ഇനി ഫോട്ടോ പ്രിൻറ്റിംഗ് ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഫോട്ടോ പ്രിൻറ്റിംഗ് മസ്റ്റായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം. അതിനുശേഷം ഈ താഴെ കാണുന്ന മീഡിയ ടൈപ്പ് എന്നുണ്ടല്ലേ, അതിൽ ഫോട്ടോ പേപ്പർ ഏത് ടൈപ്പ് ഫോട്ടോ പേപ്പറാണെന്നുള്ളത് പ്രത്യേകം മെൻഷൻ ചെയ്യണം. ഇതിന് ഓരോരോ ടൈപ്പിന് ഓരോരോ ക്ലാരിറ്റി ആയിരിക്കും ഉണ്ടാവുക. ഫോട്ടോ പേപ്പറിൽ നിങ്ങൾക്ക് മതിയായ ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ താഴെ കാണുന്ന അതർ പേപ്പേഴ്സ് എന്നുള്ളതിൽ ഈ ഹൈ റെസൊല്യൂഷൻ പേപ്പർ എന്നുള്ളത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഒന്നുകൂടിയും ക്ലാരിറ്റിയിൽ വരും. പക്ഷേ അതെല്ലാം ഫോട്ടോ പേപ്പറിൽ മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ പേപ്പർ സൈസ് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓറിയൻറ്റേഷൻ ഏതാ വേണ്ടതെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രിൻറ്റ് ക്വാളിറ്റിയിൽ പിന്നെ എക്കണോമി എന്ന ഓപ്ഷൻ ഉണ്ടാവില്ല ഫോട്ടോ പ്രിൻറ്റിങ്ങിന്. സ്റ്റാൻഡേർഡ്, ഹൈ എന്ന 2 ഓപ്ഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അതിലേതാ വേണ്ടതെന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ സിമ്പിൾ ജസ്റ്റ് ഒരു ഡോക്യുമെൻ്റ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് സ്റ്റാൻഡേർഡ് എന്നുള്ള മോഡലിൽ സെലക്ട് ചെയ്തു. ഇനി ഈ മെയിൻ എന്നുള്ള ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്വാളിറ്റിയുടെ ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. പിന്നെ ഈ പേജ് സെറ്റപ്പിലും ഒക്കെ നമ്മൾ ഫ്രണ്ടിൽ കണ്ട ഏകദേശം അതേ ഓപ്ഷൻ തന്നെയാണ് ഇവിടെ വരുന്നുള്ളൂ. ഇത് നമ്മൾ എന്ത് ചെയ്യുക, പ്രിൻറ്റ് ഫ്രം ലാസ്റ്റ് പേജ് എന്നുള്ള ടിക്ക് ഒഴിവാക്കണം നമ്മൾ. ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ കൂടുതൽ പേജസ് എടുക്കുന്ന സമയത്ത് അവസാന പേജേക്കാരം ആദ്യം പ്രിൻറ്റ് ചെയ്ത് വരിക. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ഓക്കെ എന്നുള്ള ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഓക്കെ എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്നും പ്രിൻ്ററിലേക്ക് ഒരു കമാൻഡ് ചെല്ലും. പ്രിൻറ്റിങ് കമാൻഡ് ചെന്നിട്ടുണ്ടാവും. പ്രിൻറ്റ് ചെയ്ത് വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ഇതേപോലെ ട്രൈ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.